അവൻ്റെ ഒരു ഭസ്മത്തിൻ്റെ ഗന്ധം വരും, ഒരു നല്ല സ്പ്രേയുടെ മണം വരും. പിന്നെ എൻ്റെ ഈ കൈക്കുള്ളിലൊരു പെട്ടെന്നൊരു തുടുപ്പ് പോലെ വരും. ഇതൊരു സംഭവ കഥയാണ്. സാധാരണഗതിയിൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ വ്യക്തി ജീവിച്ചിരിക്കുന്ന ആ വീട്ടിലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ തയ്യാറാകില്ല. അങ്ങനെ ഉണ്ടെന്നും അത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വീട്ടുകാരിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലുള്ള ഒരു സംഭവ കഥയാണ്. ഇതാണ് കുട്ടു. ഇന്ന് ഈ ലോകത്തില്ലെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കുട്ടു. ഇവൻ MBBSനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്നുള്ള രോഗാവസ്ഥയിൽ അവൻ ഈ ലോകം വിട്ടുപോയിട്ട് ഇന്നേക്ക് 8 മാസമാകുന്നു. അവൻ പോയിട്ട് ഇത്ര മാസമായെങ്കിലും വീട്ടിൽ നിന്ന് അവൻ പോയിട്ടില്ലെന്നാണ് വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. അവൻ്റെ എല്ലാ പ്രസൻസും ആ അമ്മയ്ക്ക് അവിടെ കിട്ടുന്നുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് പറഞ്ഞാലാണ് നിങ്ങൾ ഞെട്ടിപ്പോവുക. കാരണം രാത്രി കാലങ്ങളിൽ, അതായത് 12:30-ക്ക് ശേഷം ആ വീട്ടിലെ ഫ്രിഡ്ജ് താനെ ഓപ്പൺ ആകും. അതിൽ വെച്ചിട്ടുള്ള വെള്ളം താനെ കുറയുന്നതായിട്ടും കാണാം. പിന്നെ ഡൈനിങ് ടേബിളിൽ ഗ്ലാസുകൾ തനിയെ ചലിക്കുന്നതായും അതുപോലെ വെള്ളം നിറച്ച ജാറ് നീങ്ങുന്നതായിട്ടും ആ അമ്മ കാണുന്നുണ്ട്. മാത്രമല്ല ഹോം തിയേറ്ററുള്ള വീടാണത്. രാത്രി 12:30-ക്ക് ശേഷം ആ വീട്ടിലെ TV തനിയെ ഓണാവുകയും ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല. ആ കുട്ടിയുടെ അമ്മ നേരിൽ പറയുന്നതായിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കും. സാന്നിധ്യമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നത് അവൻ്റെ ഒരു ഭസ്മത്തിൻ്റെ ഗന്ധം വരും, ഒരു നല്ല സ്പ്രേയുടെ മണം വരും. പിന്നെ എൻ്റെ ഈ കൈക്കുള്ളിലൊരു പെട്ടെന്നൊരു തുടുപ്പ് പോലെ വരും. ഈ ഇതിലാണ് കുട്ടു വരണതും വെള്ളം കുടിക്കുന്നതും എല്ലാം ചെയ്യുന്നതും ഉറപ്പായിട്ടും ഓർമ്മയുണ്ട്. ഇപ്പൊ കുട്ടു വന്നിട്ടില്ല, അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഫുള്ള് കത്തും. അതുകൊണ്ട് അവൻ അന്ന് ഉപയോഗിച്ച ഓരോ സംഭവങ്ങളും അതുപോലെ തന്നെ ഉണ്ട്. മാത്രമല്ല ഡയറി മിൽക്ക്, അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് അവന് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് ഉണ്ട്. അതെല്ലാം ഇന്നും അവർ വാങ്ങി വെക്കും. ഇന്നും ആ വീട്ടിൽ കുട്ടുവിൻ്റെ റൂമിലേക്ക് കടക്കുമ്പോൾ ഡോർ തട്ടിക്കൊണ്ടാണ് ആ ഡോർ തുറക്കാറുള്ളത്. കുട്ടു എന്ന് ഇഷ്ടമുള്ള പാട്ടാണ് വെച്ചിരിക്കുന്നത്. കുട്ടു എന്ന് വിളിച്ചുകൊണ്ടാണ് ആ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. മാത്രമല്ല അവന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്നും ആ അമ്മ ഇടാറുണ്ട്. മാത്രമല്ല ആ കുട്ടി അന്ന് അന്ന് കിടന്ന ആ ഒരു ബെഡിലുള്ള ബെഡ്ഷീറ്റും ഒന്നും തന്നെ അവരവിടുന്ന് മാറ്റിയിട്ടില്ല. അലക്കി കഴിഞ്ഞാൽ ആ കുട്ടിയുടേതായിട്ടുള്ള എല്ലാ സ്മെല്ലും പോകുമല്ലോ എന്നാണ് ആ അമ്മ സങ്കടത്തോടെ പറയുന്നത്. ഏവർക്കും അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം തോന്നുന്നതാണ്. ഈ പാട്ടൊക്കെ വെച്ച് ഈ റൂം ഇങ്ങനെ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ മോൻ ഇവിടെ കിടക്കുന്നു, ഇവിടെ ഉണ്ടല്ലോ. അന്നത്തെ ബെഡ്ഷീറ്റ് പിന്നെ മാറ്റിയിട്ടില്ല. അയ്യോ മാറ്റില്ല. ഷീറ്റ് അവൻ മൂടിയ ഷീറ്റ് അവൻ ഞാൻ കഴുകിയിട്ടൂടെ ഇല്ല. കഴിഞ്ഞ പോകൂലേ. ആദ്യമെല്ലാം ഈ മകന്റെ പ്രസൻസ് ആ അച്ഛനോട് ഈ അമ്മ പറയാറുണ്ട്. പക്ഷേ ആദ്യമൊന്നും ആ അച്ഛൻ വിശ്വസിച്ചിരുന്നില്ല. ഒരു ദിവസം ആ അച്ഛൻ ആ അമ്മയോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എനിക്കറിയില്ല. കാരണം ആ അച്ഛൻ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഒരു ദിവസം ബെറ്റ് വെച്ചതിന് ശേഷം രാത്രി 12:30-ക്ക് ശേഷം TV ഓണാക്കി കാത്തിരുന്നു. അങ്ങനെ 12:30 കഴിഞ്ഞതോടുകൂടിയാണ് അദ്ദേഹത്തിന് അത് സത്യമാണെന്നുള്ള അറിവ് കിട്ടിയത്. കാരണം ബാക്കിൽ നിന്ന് അച്ഛ എന്നുള്ളൊരു വിളി എക്കോ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ കേട്ടു. അതോടുകൂടിയാണ് അവൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നത്. അദ്ദേഹം വേഗം തന്നെ TV ഓഫാക്കി റൂമിലേക്ക് ചെന്നു. നീ പറഞ്ഞത് സത്യമാണ്, നമ്മുടെ മകൻ്റെ സൗണ്ട്, കുട്ടുവിൻ്റെ സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം ലൈറ്റ് അണച്ച് റൂമിൽ കിടന്നു. കുറച്ച് സമയത്തിന് ശേഷം ആ വീട്ടിലെ ആ TV തനിയെ ഓണായി. ഹോം തിയേറ്റർ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല എക്കോ ആയിട്ട് തന്നെ ഏതൊരു മൂവിയുടെ സൗണ്ട് കേൾക്കാനും തുടങ്ങി. അതോടുകൂടി അദ്ദേഹം വിശ്വസിച്ചു. കാരണം അങ്ങനെ ഒരു സംഭവം ആ വീട്ടിൽ ഉണ്ടെന്നുള്ളത് അദ്ദേഹത്തിനും ബോധ്യമായി. വരും, ഒരു നല്ല സ്പ്രേയുടെ മണം വരും. പിന്നെ എൻ്റെ ഈ കൈക്കുള്ളിലൊരു പെട്ടെന്നൊരു തുടുപ്പ് പോലെ വരും.
വെച്ചാൽ ഒരു സൂര്യകോളം നമ്മളെ കയ്യിൽ വരുമ്പോൾ ഒരു തോന്നും പോലെ ഒരു ശക്തി വരുന്നുണ്ട്. പിന്നെ രാത്രി ഫ്രിഡ്ജ് തുറക്കുന്ന സൗണ്ട് കേൾക്കാറുണ്ട്. പിന്നെ ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കുടിക്കാറുണ്ട്. ഒരു 12:30 കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ഫ്രണ്ടിലിരിക്കാനുള്ള പെർമിഷൻ ഇല്ല. 12:30 വരെ ഞങ്ങൾക്ക് ടി വി കാണാം. 12:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടി വി കാണാൻ പറ്റൂല. പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ പുറകെ നിന്ന് വിളിക്കുന്നത് പോലെ തോന്നും, അമ്മ എന്നൊരു വിളി തോന്നും. പിന്നെ മറ്റൊരു സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ സാന്നിധ്യം അവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടി ആ അമ്മ കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അത് അവർക്ക് ഓർക്കാൻ കൂടി പറ്റില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവൻ്റെതായ കർമ്മങ്ങളൊന്നും ചെയ്യില്ല എന്നാണ് ആ അമ്മ പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ബെറ്റ് വെച്ച് അവിടെ ഇരുന്നു. ഒരു പട്ടാളക്കാരനായതുകൊണ്ട് ബെറ്റ് വെച്ച് പറഞ്ഞ് ഞാൻ പറഞ്ഞ എനിക്കൊരു സൈക്കോളജിക്കൽ മാറ്റമാണെന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞിരുന്നു. അപ്പം ഒരു ദിവസം ടി വി കണ്ടുകൊണ്ടിരുന്നത് പിറകുന്ന് വിളിക്കുന്നു, മേശപ്പുറത്തുനിന്ന് പാത്രം അനങ്ങുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ ഉടനെ എന്നെ ഓടി വന്നു റൂമിലോട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ച് പേടിച്ചില്ലേ? അപ്പം പറഞ്ഞില്ല, പേടിച്ചില്ല, എൻ്റെ മകനുണ്ടെന്ന് എനിക്കറിയാമല്ലോ, ആ ധൈര്യത്തിൽ ഞാൻ തിരിച്ചു വന്നു. അപ്പം കുറേ കഴിഞ്ഞിട്ട് പുള്ളി ഒരു സിനിമ എന്തോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ടി വി അണച്ച് വെച്ച്, ഉറപ്പായിട്ടും ടി വി അണച്ച് വെച്ച് മൊബൈലെല്ലാം ഓഫാക്കി വെച്ചിട്ടാണ് റൂമിലോട്ട് ഓടി വന്നത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ടി വി ഹോം തിയേറ്ററിൽ സിനിമ ഇട്ടിരിക്കും പോലെ സൗണ്ടിൽ ടി വി ഓണായി തന്നെത്താനെ ഉറക്കായി. ഇപ്പം ഞങ്ങൾ പറയുമ്പോൾ വിചാരിക്കണമെന്നറിയാം, ഞങ്ങൾക്ക് മാനസിക രോഗിയാണ് എന്ന് പറയുന്നത്. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.